ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് ജോലികളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചു, പക്ഷേ ചോറ് വെന്തിട്ടില്ല. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് വേവിക്കാമെന്ന് കരുതി. പിന്നെ ഇതാ പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ കിടപ്പുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രം കഴുകി വെച്ചതുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. ആദ്യം ഈ ചോറൊന്ന് വേവിച്ചെടുക്കാനായിട്ടേ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ ഇന്ന് ബീൻസാണ് തോരൻ വയ്ക്കാനുള്ളത്, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ രാവിലെ അരച്ച കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, അത് തോരൻ, പിന്നെ മുട്ട പൊരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഐഡിയ. ഇനി കറിവേപ്പില ഒട്ടുമില്ല കേട്ടോ, അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് കറിവേപ്പില എടുക്കാമെന്നേ. അപ്പോൾ ഇത് ഇന്നലെ ചേട്ടൻ വന്ന വഴി കൊണ്ടുവന്നതാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഇലയാണ്. അപ്പോൾ അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് കൊണ്ടുവന്നതാണ്, പക്ഷെ നട്ടില്ല. മണ്ണൊക്കെ ഇനി റെഡിയാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കറിവേപ്പിലയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇല പിച്ചാനായിട്ട് വന്നതാണ്, പക്ഷെ അത് ഓൾറെഡി അതിൻ്റെ ഇല എല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്, ആച്ചു വയസ്സും കൂടെ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. പാവം, അതിന് ഇനിയും പിച്ചി അതിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. കറിവേപ്പില ഇല്ലാതെ നമുക്ക് തോരൻ വയ്ക്കാമല്ലോ, അപ്പം അങ്ങനെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം. തോരൻ വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതൊന്ന് താളിച്ച് എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ബീൻസും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ഐശുക്കുട്ടി വന്നിട്ട് എൻ്റെ കടുകെല്ലാം മറിച്ചിട്ടേ. പിന്നെ അവിടെ നിന്ന് പതുക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ്, അത് തിരിച്ച് വാരിയിടുകയാണ്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടേ അതിലേക്ക്. പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വേകാനായിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തേ, അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ തേങ്ങയുടെ കൂട്ടിലെ തേങ്ങ, മുളക് പൊടി, ഈ വെളുത്തുള്ളിയും ജീരകവും ചതച്ചത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ബീൻസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. തോരൻ എന്താ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി, രാവിലത്തെ ചമ്മന്തി ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കി. ഇനി നല്ല പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം പെട്ടെന്ന് പറപ്പറന്ന് കഴുകി വെച്ചു. ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചെടിക്കൊഴിക്കാൻ. പിന്നെ ഞാൻ ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി. അങ്ങനെ അടുക്കളയിലെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇനി തൂക്കണം. ഐശുക്കുട്ടി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ കാണിക്കും കേട്ടോ. എന്നിട്ട് പോയി ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി പട്ടുപാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുകയാണേ. അങ്ങനെ തൂത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി കുളിക്കണം, ഐശുവിനെ കുളിപ്പിക്കണം. അതിനുമുമ്പേ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ പുതിയത് നനച്ച് വെച്ചതെടുത്ത് വിരിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചു. പിന്നെ ഇത് മടക്കുന്നതൊക്കെ രാത്രി മടക്കാം.
അപ്പോഴത്തേക്ക് ഐശുവിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വിട്ടേ. ഞാനും കുളിച്ചു. അപ്പോൾ ഇനി ഇവർക്ക് മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കൊടുക്കണം. അപ്പം ഞാൻ മുട്ട പൊരിക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ ആച്ചുകുട്ടി കുളിക്കുകയാണ്. അപ്പോൾ അവളും കുളിച്ചിട്ട് വന്നിട്ട് രണ്ടുപേർക്കും കൂടെ ചോറ് കൊടുക്കാം. അപ്പോൾ ഇവർക്ക് മുട്ട പൊരിക്കുമ്പോൾ ഞാൻ സവാളയും മുളകൊന്നും ഇടാറില്ല, അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ വെറുതെ ഉപ്പ് മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ബാക്കിൽ ഇത് നയിച്ചു കാണിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി, ചോറ്, മുട്ട പൊരിച്ചത്, ബീൻസ് തോരൻ, പിന്നെ ചമ്മന്തി ഇച്ചിരി കൊടുത്തോളേ, എരിവായതുകൊണ്ട് കുറച്ചേ കഴിച്ചോളവർ. എൻ്റെ ലാച്ചു ആ തോരനെല്ലാം ഐശുവിൻ്റെ പാത്രത്തിലോട്ടെടുത്ത് വച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ വെജിറ്റബിളൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. ഇത് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നില്ലേ ചെടിക്ക് ഒഴിക്കാൻ, അതാണ്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഒഴിച്ചത്. അപ്പോൾ ആച്ചുവാണ് ഒഴിക്കണത്. അപ്പോൾ ഇതെന്തായാലും ഐശുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആച്ചു എന്തെങ്കിലും ചെയ്താൽ അത് ഉടനെ അവൾക്കും ചെയ്യണം. അപ്പോൾ എന്തായാലും വരും. ആദ്യം ആച്ചു ഒഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളം തീർന്നപ്പോൾ ഐശു ഗ്ലാസ് കൊണ്ട് വന്നിട്ടുണ്ട് ഒഴിക്കാൻ. പിന്നെ ഉള്ളത് ഒഴിച്ച് കൊടുത്തു. ഇനി ഇച്ചിരിയും കൂടെ വെള്ളം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഐശുവിനെ കൊണ്ട് ഒഴിപ്പിക്കാമെന്ന്. ആ പാത്രത്തിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവൾ ഒഴിക്കുന്നതായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒഴിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്, ഒരു കറുത്ത പൂച്ച കണ്ടില്ലേ. അപ്പോൾ അതിനെ നോക്കി നിൽക്കുകയാണ് ഐശു. പിന്നെ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ അവളുടെ ഒരു ഫ്രണ്ടുണ്ട്, അമ്പാടി. അവനും ഐശു ഏകദേശം ഒരേ ഏജൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ആ ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ആ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ജമന്തി വിരിയാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ റീസെൻ്റായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വിരിയാറൊക്കെ ആയിട്ടുണ്ട്. ഇത് വീണ മോളുടെ കയ്യിൽ കൊടുത്തേച്ചതാണ് കേട്ടോ ഈ ചെടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.